നമസ്കാരം. വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഇപ്പൊ അടുത്ത കളമശ്ശേരിയിൽ ലഹരി പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കാണുകയാണല്ലോ. വിദ്യാർത്ഥി സംഘടനകൾ ഇതിലേക്ക് കടന്നു വരുന്നു. ഇരു വിദ്യാർത്ഥി സംഘടനകളും തമ്മിലുള്ള അവരുടെ നേതാക്കന്മാർ പോലും വാഗ്വാദത്തിലേക്ക് ഏർപ്പെടുന്നു. ഈ സാഹചര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ കളമശ്ശേരിയിലുണ്ടായ ലഹരി വസ്തു ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെടുത്ത സംഭവം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടുവാൻ പാടില്ലാത്തൊരു സംഭവമാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നമ്മൾ കണ്ടത്. ഇതിനകത്തൊരു ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയോ ദേശീയ നേതൃത്വത്തിന്റെയോ ജില്ലാ നേതൃത്വത്തിന്റെയോ ഒക്കെ അറിവോടെ വിദ്യാർത്ഥികൾ കഞ്ചാവ് പോലെയുള്ള MDMA പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുമെന്നോ ഉപയോഗിക്കുമെന്നോ ആരും വിശ്വസിക്കുന്നില്ല. അത്തരം ഒരു നിർദ്ദേശം കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയും കേരളത്തിൽ ഉണ്ടെന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഇതിന്റെ പേര്, ഈ ലഹരി കണ്ടെത്തിയ സംഭവത്തിന്റെ പേര് നടക്കുമ്പോൾ അത് കൂടുതൽ ലഹരി മാഫിയയ്ക്കും ലഹരി കച്ചവടത്തിനുമൊക്കെ ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഈ നേതാക്കന്മാർ ഏത് തരത്തിലാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതായത് ഇവിടെ ഗ്രീഷ്മ, ഈ നമ്മുടെ ക്യാമ്പസുകളിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യമുള്ളത് വിദ്യാർത്ഥി സംഘടനകൾ ഉള്ള ക്യാമ്പസുകളിൽ മാത്രമല്ല, ഒരുപക്ഷെ രാഷ്ട്രീയത്തിന് കടന്നു ചെല്ലുവാൻ കഴിയാത്ത രാഷ്ട്രീയമായ ക്യാമ്പസുകളിലാണുകാം ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയൊക്കെ വലിയ തോതിൽ നടക്കും. ഇപ്പൊ കേരളത്തില് തുച്ഛമായ ഇടങ്ങളിൽ മാത്രമാണ് ഇന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ളത്. സ്വാഭാവികമായും സ്വാശ്രയ സ്വകാര്യ ടെക്നിക്കൽ ക്യാമ്പസുകളിൽ പലയിടങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് കടന്നു ചെല്ലുവാൻ കഴിയുന്നില്ല. അവിടെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പതിവാണ്. അവിടെ പല ആഘോഷ പരിപാടികളുടെയും സ്വഭാവവും രീതിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളെല്ലാം തന്നെ ലഹരി വസ്തുക്കൾ വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കളുടെ എല്ലാം പിന്നാമ്പുറങ്ങൾ ചെകഞ്ഞു നോക്കി അതിവിടെ വിദ്യാർത്ഥി സംഘടനകളിലേക്ക് അതിന്റെ ഉത്തരവാദിത്വം ചാർത്തുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് നമുക്കറിയാം, അതൊരു സർക്കാർ നിയന്ത്രിത കലാലയമാണ്. അവിടെ സ്വാഭാവികമായും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനമുണ്ട്, വിദ്യാർത്ഥി യൂണിയനൊക്കെ ഉണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ പിടിച്ചെടുത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ റൂമിൽ അവർ KSU ആയതിന്റെ പേരിലോ SFI ആയതിന്റെ പേരിലോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം അതായതിന്റെ പേരിലോ ഒന്നുമല്ല അവർ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളെ വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വേണ്ടത്ര ജാഗ്രതാ കുറവുണ്ടായി എന്ന് ഇന്നലെ SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനോട്, അതോടൊപ്പം തന്നെ ഇന്നലെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ അവരൊക്കെ മാതൃകാപരമായ പ്രതികരണമാണ് വിഷയത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ശ്രദ്ധിക്കേണ്ടത് ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള അത്തരത്തിലുള്ള ബോധവൽക്കരണം, അത്തരത്തിലുള്ള സമീപനങ്ങൾ, പരിപാടികളൊക്കെ നടത്തുന്നതിനേക്കാണ്. അതിനപ്പുറത്തേക്ക് പരസ്പരം നേതാക്കൾ SFI ആണ് ലഹരിയുടെ കച്ചവടത്തിന്റെ ഉത്തരവാദിത്തം, KSU ആണ് ലഹരിയുടെ, അങ്ങനെ പരസ്പരം പോരടിക്കുന്നതിനപ്പുറത്തേക്ക് കൂട്ടായ ബോധവൽക്കരണ പരിപാടികൾക്കാണ് ഇവിടെ നേതൃത്വം നൽകേണ്ടത്. ഈ ലഹരിയുടെ ഒരു സോഴ്സ് ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അത് ക്യാമ്പസുകളിലേക്ക് ലഹരി കടന്നു വരുന്നതിനെ തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ പ്രിൻസിപ്പളിന്റെ ഒരു രീതി അത് മാതൃകാപരമായ ഒരു കാര്യമാണ്, മറ്റു അധ്യാപകർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു രീതിയുമാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ കഴിയുക? ഇവിടെ ലഹരി ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയൊക്കെ ലഹരി മാഫിയ നോട്ടമിട്ടിരിക്കുന്ന ലഹരി കച്ചവടത്തിന്റെ സാധ്യതകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും അത്തരത്തിൽ ലഹരി വസ്തു കണ്ടെടുക്കും. അതിനോടൊപ്പം തന്നെ അത് അളക്കുന്നതിനുള്ള ഒരു ഉപകരണം കൂടി അവിടെ നമ്മൾ കാണാം. അതായത് വലിയ തോതിൽ ഒരു ആഘോഷ പരിപാടി ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് 500-1000 ഒക്കെ ആയിട്ട് പണം പിരിക്കുകയാണ്. ഈ പിരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നത് പോലെ ഓർഡർ അനുസരിച്ച് ആളുകളിലേക്ക് എത്തിക്കുകയാണ് കഞ്ചാവ് പോലെയുള്ള മാരക ലഹരി വസ്തുക്കൾ. അപ്പോൾ ഇതിന്റെ കണ്ണികളായി വിദ്യാർത്ഥികൾ മാറുകയാണ്. പലപ്പോഴും നമുക്കറിയാം, പണം അവർക്കൊരു അതെ കൊച്ചി പോലൊരു മെട്രോപൊളിറ്റൻ ഒരു നഗരത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ വന്നു പോകുന്നവരാണ് കൊച്ചി പോലൊരു നഗരത്തില്. സ്വാഭാവികമായിട്ട് ഈ വന്നു പോകുന്നവരെ തന്നെയാണ് എല്ലാ ലഹരി മാഫിയകളും ലക്ഷ്യം വെക്കുന്നത്. അതിന് വിദ്യാർത്ഥികൾ അവരിലേക്ക് വേഗം ലഹരി വസ്തുക്കൾ പോലീസിന്റെ അവരുടെ അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾ അവരുടെ കണ്ണി പൊടിയിട്ടുകൊണ്ട് ലഹരി വസ്തുക്കളുടെ നിർവ്യാജമായ വിപണനത്തിന് വിദ്യാർത്ഥികൾ ഏറ്റവും നല്ല ഇടനിലക്കാരാണെന്ന് ഈ മാഫിയ തിരിച്ചറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരത്തിലെ പല ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥികളെ ഇവർ നോട്ടമിട്ടിരിക്കുന്നത്. ആദ്യം അവരെ ലഹരി വസ്തുക്കൾക്ക് അടിമകളാക്കി ലഹരിയുടെ മാധുര്യം നുണയുന്ന തരത്തിലേക്ക് അവരെ മാറ്റിയെടുത്തിട്ട് പിന്നീട് ഈ കച്ചവട ശൃംഖലയിലേക്ക് അവർ എത്തിക്കുകയാണ്. അതിന് 2 തരം ഗുണം, അതായത് ഒന്ന്, ലഹരി വസ്തുക്കൾ ഇവർക്ക് സുലഭമായി ലഭിക്കുന്നു, 2, ആഡംബര ജീവിതത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ട ഒരു വലിയ തോതിലുള്ള പണം അവർക്ക് ലഭിക്കുന്നു. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി അല്ലെങ്കിൽ ഈ സാധ്യതകളിലേക്ക് ഈ കുട്ടികളെ വലിച്ചിഴക്കുകയാണ് ഈ മാഫിയ ചെയ്യുന്നത്.
പല വിദ്യാർത്ഥികളും ഈ ഒരു വലയത്തിൽ പെട്ട് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരുവാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. പിന്നീട് പുറത്തേക്ക് വരിക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമായി മാറുകയാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പങ്ക് വളരെ വലുതാണ്. ഈ കോവിഡ് കാലത്താണ് നമ്മൾ ഏറ്റവും അധികം സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് തിരിഞ്ഞത്, കുട്ടികളടക്കമുള്ള ആളുകൾ തിരിഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഇത് മാറ്റി, ഇത്തരത്തിലുള്ള രീതികളെ മാറ്റിയിട്ട് ഇനി എങ്ങനെയാണ് നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത്? ഗ്രീഷ്മ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കാലം എന്ന് പറയുന്നത് 2 വർഷത്തോളം വിദ്യാർത്ഥികളെ വീടിനുള്ളിലേക്ക് തളച്ചപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു. അവിടെ വിദ്യാർത്ഥികൾക്ക് ഇപ്പം പഠനത്തിന് വേണ്ടി ഓൺലൈൻ മാധ്യമങ്ങളാണ് പല ഘട്ടങ്ങളിലും ഉപയോഗിച്ചിരുന്നത്. ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ എല്ലാ കാണാപ്പുറങ്ങളിലേക്കും വിദ്യാർത്ഥികൾ അന്ന് എത്തി നോക്കി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കൗമാരത്തിലും ബാല്യത്തിലും വിദ്യാർത്ഥി കാലഘട്ടത്തിലൊക്കെ അവർ അടച്ചിട്ട മുറികളിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവിടെ ഒരു മാനസിക സംഘർഷവും അവരിലേക്ക് ഇടുങ്ങിയ ചിന്താഗതി രൂപപ്പെടൽ, അത്തരത്തിൽ ഒരു സാമൂഹികമായ ഒരു ഇന്ത്യ പോലെ കേരളം പോലെ ഒരിടത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തൊക്കെ സാമൂഹികമായി ഇടപെടേണ്ട ഒരു തലമുറ വീടുകളിലേക്കും ചില സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിലേക്കും മാത്രം ഒതുങ്ങിയപ്പോൾ രൂപപ്പെട്ട ഒരു മാനസിക വൈകൃതമുണ്ടല്ലോ. ആ മാനസിക വൈകൃതം ലഹരി പോലെയുള്ള ഉപയോഗത്തിലേക്കും അതിനപ്പുറത്തേക്ക് കുറ്റകൃത്യങ്ങളിലേക്കും ഒക്കെ, അതായത് പലപ്പോഴും ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില ഹീറോസിനെയാണ് ഇവർ പിന്തുടരുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ വൈറൽ കണ്ടന്റുകളെ അല്ലെങ്കിൽ നായക പരിവേഷങ്ങളെയൊക്കെയാണ് ഇവർ പിന്തുടരുന്നത്. അങ്ങനെ എത്താൻ കഴിയാത്ത പക്ഷം അവരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ ജനിപ്പിക്കുന്നു. അവിടെ അതിനൊത്തുയരുവാൻ ഇപ്പം താൻ ചെയ്തൊരു റീൽ അല്ലെങ്കിൽ താൻ ചെയ്തൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് അത് ഇത്രത്തോളം ആളുകളിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ നിന്നും കൂട്ടമായ നെഗറ്റീവ് കമന്റുകളാണ് വരുന്നതെങ്കിൽ അത് അയാളിൽ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ താൻ എന്തോ മോശമാണെന്നൊരു ചിന്താഗതി ഉണ്ടാവുകയും അത് ആത്മഹത്യയിലേക്കും കൊലപാതകം പോലെയുള്ള ക്രൈമുകളിലേക്ക് എത്തുക. അത്തരത്തിലൊരു മാനസിക വൈകൃതം എന്നിന്റെ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളും കോവിഡ് കാലവും സൃഷ്ടിച്ച പങ്ക് ചെറുതല്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്ങനെയാണ് ഈ ലഹരിയുടെ ഒരു വരവ് അത് ഇല്ലാതാക്കാൻ കഴിയുന്നതും ഈ തലമുറയിലെ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, യുവജനങ്ങൾക്ക് ഇതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാനും എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാൻ കഴിയും? ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം പഴിചാരാതെ പക്വതയോടെയുള്ള ഒരു സമീപനം ഇവിടെ സ്വീകരിക്കുകയാണ് പ്രഥമഘട്ടത്തിൽ വേണ്ടത്. അതിനോട് ഇതിന്റെ മാതൃസംഘടനകളാകട്ടെ, സർക്കാരാകട്ടെ, പ്രതിപക്ഷമാകട്ടെ അവരോടൊപ്പം ചേരുകയുമാണ് വേണ്ടത്. ഇവിടെ കൂട്ടായ ഒരു പരിശ്രമമില്ലാതെ ലഹരിയെ ക്യാമ്പസുകളിൽ ലഹരിയുടെ സോഴ്സിനെ തടയാൻ സർക്കാരല്ലേ ശ്രമിക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും സർക്കാരാണ് ശ്രമിക്കേണ്ടതെന്നപ്പുറത്തേക്ക് ഇത് സർക്കാരിന്റെ, എനിക്കതിനോട് ഗ്രീഷ്മയുടെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ളത്, സർക്കാരിന്റെ തലയിൽ മാത്രം വെച്ച് കെട്ടിക്കൊടുക്കേണ്ട ഒന്നല്ല ലഹരി വിരുദ്ധതയും ലഹരി വിരുദ്ധ കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ അതിന് ഉത്തരവാദി അല്ലെന്നാണോ ആദർശ് പറയുന്നത്? ഒരിക്കലുമല്ല. ഇതിപ്പോ ആഭ്യന്തര വകുപ്പിൽ മാത്രം കൊണ്ടുവന്ന് കെട്ടേണ്ട കാര്യമൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ലഹരിയെ എതിർക്കപ്പെടേണ്ട അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ ഇല്ലായ്മ ചെയ്യാൻ സാമൂഹ്യപരമായിട്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അവിടെ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഇവിടുത്തെ സാംസ്കാരിക കൂട്ടായ്മകൾക്കെല്ലാം കൃത്യമായ പങ്കുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. അപ്പൊ എല്ലാവരും കൂടിയുള്ള ഒരു മുന്നേറ്റത്തിനപ്പുറത്തേക്ക് ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യതയായിട്ടും അവസരമായും കണ്ടതുകൊണ്ട് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള റിസൾട്ടും ഉണ്ടാകില്ല എന്നാണ് എന്റെ പക്ഷം. പരസ്പരമുള്ള തർക്കങ്ങൾക്കപ്പുറത്തേക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് വിദ്യാർത്ഥി സംഘടനകൾ വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്.